കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും ശുദ്ധവുമായ മഴക്കാടുകളിലൊന്നാണ്. ഇത് പശ്ചാത്തലഘട്ടത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഏകദേശം 89 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വനമേഖല ജീവവൈവിധ്യത്തിന്റെ വലിയ സമ്പത്താണ്. സൈലന്റ് വാലിയുടെ മധ്യഭാഗത്തുകൂടി കുന്തിപ്പുഴ ഒഴുകുന്നു. ഈ നദി ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ജീവാധാരമാണ്. വനത്തിന് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത് ഇവിടെ മറ്റു വനങ്ങളെപ്പോലെയുള്ള ശബ്ദമുണ്ടാക്കുന്ന കീടങ്ങൾ ഇല്ലാത്തതിനാലാണ്. അതുകൊണ്ട് ഈ പ്രദേശം അതിശാന്തവും നിശബ്ദവുമാണ്. സിംഹവാലൻ കുരങ്ങ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. കൂടാതെ കടുവ, ആന, പുലി, മാൻ, പക്ഷികൾ എന്നിവയും ഈ വനത്തിന്റെ ഭാഗമാണ്. നിരവധി ഔഷധ സസ്യങ്ങളും വനത്തിന്റെ സമ്പത്താണ്. സൈലന്റ് വാലി പരിസ്ഥിതിയുടെ സമത്വം നിലനിർത്തുന്നതിനും കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. മനുഷ്യൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ വനത്തെ അപകടത്തിലാക്കുന്നുവെങ്കിലും സർക്കാരിന്റെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സംരക്ഷണ പ്രയത്നങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്നു. സൈലന്റ് വാലി 1970കളിൽ വനം നിർമ്മാണ പദ്ധതികളിലൂടെ നശിപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. സിൽവേൽ സ്റ്റീൽ പ്ലാന്റ് പോലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ സൈലന്റ് വാലിയെ ദുരന്തത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിനെതിരെ ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചു. 1973 പ്രതിഷേധം ശക്തമായി. 1980 ഇന്ത്യൻ സർക്കാർ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ഇതോടെ വനത്തിന്റെ നശീകരണം തടഞ്ഞു. വനജീവികൾക്ക്, സസ്യങ്ങൾക്കും സുരക്ഷ ലഭിച്ചു. സൈലന്റ് വാലി പ്രസ്ഥാനം പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഓർക്കപ്പെടുന്നു.